എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു അൺലിമിറ്റഡ് വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എത്ര നാൾ ക്ലാസ് ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് എത്രത്തോളം സാധിക്കുന്നോ അത്രയും സമയം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് ഒരു ചിലവും ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹെയർ ബാൻഡ് ആക്സസറീസ് മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കട്ട് പീസ് തുണിയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതൊരു ഓർഗൻസൈഡ് ക്ലോത്താണ്. ഏകദേശം ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള തുണിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് ഒന്ന് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട് പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇത് ഓർഗൻസൈഡ് ഒരു ക്ലോത്താണ്. നമുക്ക് ഈ ഒരു സ്ക്രഞ്ചീസൊക്കെ ചെയ്യുന്നതിന് ശരിക്കും നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതിൻ്റെ അളവുകൾ കാണിച്ചു തരാം. നമുക്ക് 4 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു തുണി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ ഒരു തുണി എന്നുള്ളത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. വലിയ സ്ക്രഞ്ചീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് XXLൻ്റെ സ്ക്രഞ്ചീസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഐറ്റമായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മിസ്സായി പോയി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് വീതിയും അതോടൊപ്പം തന്നെ 38 ഇഞ്ച് നീളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അളവിലെടുത്താൽ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു അതേ വലുപ്പത്തിലുള്ള ഒരു സ്ക്രഞ്ച് കിട്ടും. ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു വലിയൊരു സംശയം എന്നുള്ളത് എന്താണ്, ഇതെങ്ങനെ അളവ് എങ്ങനെയാണ് കറക്റ്റ് ആവുമോ എന്നുള്ളതാണ് ശരിക്കും ഒരു വിഷമം ഒട്ടുമിക്ക ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്താൽ ഇത് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ഈ ഒരു തുണി നമ്മൾ രണ്ടായിട്ട് മടക്കണം. അപ്പോൾ 2 ഇഞ്ച് അളവ് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് മടക്കിയതിന് ശേഷം നമ്മൾ സൈഡിലൂടെ ഒന്ന് അടിച്ചെടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 ഇഞ്ച് വീതിയാണ് നമ്മുടെ ഈ ഒരു തുണിക്കുള്ളത്. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ചീത്ത വശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് വന്നിട്ടുള്ള ഈ ഒരു വശം ഉള്ളിലോട്ട് പോകണം. അപ്പോൾ നമുക്കിതിൽ സൂചിയും അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഒന്നും വെച്ചിട്ട് വലിക്കേണ്ട ആവശ്യമില്ല. അത് ഈസി ആയിട്ട് ഉള്ളിൽ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അളവ് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആയപ്പോഴത്തേക്കും 2 ഇഞ്ച് സൈസിൽ കേട്ടോ. ഒരു പൊടിക്കൊക്കെ അളവ് കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ചീത്ത വശം ഉള്ളിലോട്ടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല വശം പുറത്തേക്ക് എടുക്കുകയാണ്. ശരിക്കും നിങ്ങൾ വീട്ടിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഇത് കൂടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കൂ. ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. കാരണം ഒരുപാട് ഡിമാൻഡുള്ള നല്ലൊരു ഐറ്റമാണ് ഈ ഒരു സ്ക്രഞ്ചീസ് എന്നുള്ളത്. പിന്നെ ഒട്ടും കഷ്ടപ്പാടും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്കിത് കൈ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ ഉള്ളവർക്കും ചെയ്യാം, കൈ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചീത്ത വശം ഉള്ളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമുക്ക് സ്ക്രഞ്ചീസിനുള്ള എലാസ്റ്റിക് കിട്ടും കേട്ടോ. ഇതേപോലെയുള്ള എലാസ്റ്റിക്കുകൾ അവൈലബിൾ ആണ്. വീതിയുള്ള എലാസ്റ്റിക്കും കിട്ടും. ഇതുപോലെയുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ പിന്നൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. കാരണം തുണി എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റാണ്. പിന്നെ നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും കൂടെ വരുന്നൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് പറയാം. ഇത് ഓർഗൻസൈഡ് ക്ലോത്താണ് കേട്ടോ. ഓർഗൻസ ക്ലോത്താണ് നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയം പിന്നെയും ചോദിക്കുന്നത് സ്ക്രഞ്ചീസിൻ്റെ എലാസ്റ്റിക്കിന് എത്ര അളവ് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എലാസ്റ്റിക് കട്ട് ചെയ്യാതെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് എത്ര വേണം നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അറ്റം വരെ ഇതുപോലെ ഉള്ളുന്ന് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതെടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ജസ്റ്റ് ഒരു കെട്ടിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതല്ലേ, നമുക്ക് തുണികളിൽ ഒരുപാട് വെറൈറ്റി നമുക്ക് പറയാൻ എണ്ണിയാൽ തീരാത്ത അത്രയും ഡിസൈനിലുള്ള മെറ്റീരിയലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏത് മെറ്റീരിയലിലും നമുക്കിത് ചെയ്യാം. പൊതുവേ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് സാറ്റിൻ്റെ മെറ്റീരിയലും മറ്റുമാണ്. പക്ഷേ പ്രിൻറ്റഡ് മെറ്റീരിയലുകളിൽ ഇതുപോലെയുള്ള സ്ക്രഞ്ചീസുകൾ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഞാനിത് സൂചി കൊണ്ട് തുന്നുകയാണ് ചെയ്തത് കേട്ടോ. ഉള്ളിലോട്ട് മടക്കിയിട്ട് സൂചി കൊണ്ട് ഒന്ന് തുന്നിയിട്ട് ഒപ്പമാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചീസ് മേക്കിംഗ് എന്നുള്ളത്. ഒരുപാട് പേര് ചിന്തിക്കുന്നൊരു കാര്യം ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ളതാണ്. പക്ഷെ ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരു ചിലവും ഇല്ലാത്തൊരു പരിപാടിയാണ്. കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെയുള്ള സ്ക്രഞ്ചീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തുടക്കം ഇന്ന്
ഒരു ചിലവുമില്ലാത്ത ഒരു മെറ്റീരിയലിൽ നിന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.